തിരുവനന്തപുരത്ത് നിന്നും 75 കിലോമീറ്റർ പിന്നിട്ട് മൺട്രോ തുരുത്തിലെ മൺട്രോ ഡ്രൈവിംഗ് ഐലൻഡ് റിസോർട്ടിൽ എത്തിച്ചേർന്നു. മൺട്രോ ഡ്രൈവിംഗ് ഐലൻഡ് റിസോർട്ടിനെ പറ്റി 2-3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ റിസോർട്ടിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സമയം 9:48. ഈ നല്ല വെയിലത്ത് ഞങ്ങൾ ഒന്ന് ബോട്ടിങ്ങിന് പോകണം കേട്ടോ. ചെറിയ വട്ടുള്ളതുണ്ട്. ചേട്ടാ നമുക്ക് ഈ ഭാഗത്തോട്ട് പോയാൽ മതി ചേട്ടാ. കാരണം ഇതൊക്കെ നമ്മൾ കുറേ കറങ്ങിയതാണ് പണ്ടൊക്കെ. നമുക്ക് അങ്ങനെ പോയിട്ട് അതുവഴി എങ്ങനെ കറക്കി കൊണ്ടുവന്നേ. നമ്മളെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ ആ സൈഡെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കാണിച്ചു, അവിടെ ഒരു തുരുത്തുണ്ട്, അത് നിങ്ങളെ കാണിച്ചു. ഇനി കാണിക്കാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനിയിപ്പം പോകുന്നത്. നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ ഒരു വള്ളത്തിൽ കുടയും പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര എന്ത് രസകരമായ യാത്രയാണെന്നറിയാം. ഗയ്സ്, ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഭാഗത്ത് അങ്ങോട്ടേക്ക് വള്ളം അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴ്ച കുറവാണ് ഇവിടെ. ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഈ മൺട്രോ തുരുത്തിലുണ്ട് കേട്ടോ. ചേട്ടാ ഇതെന്താണ് ചേട്ടാ ഈ ബണ്ട് കെട്ടിയിരിക്കുന്നത്? അതിന്റെ അപ്പുറത്ത് മീൻ വളത്താണല്ലേ? ഇതുവഴിയൊക്കെ പോകാൻ പറ്റുമല്ലേ? മീനുണ്ടാ? ഇല്ല. കണ്ടൽ ചെടി വേറെ ഉണ്ടാ? ഇതിൻ്റെ ഇടയിലാണ് മീൻ കയറിയിട്ട് മുട്ടയിട്ട് വയ്ക്കുന്നത്. ഇത് പക്ഷെ കണ്ടൽ ചെടിയല്ല അല്ലേ ഇരിക്കുന്നത്? അത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടല്ല, ഇത് കണ്ടല്ല. യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചെത്തി കേട്ടോ. കയറി അടുത്ത് തന്നെ നല്ല വെയിലത്തുള്ള യാത്രയായിരുന്നു. സൂപ്പർ യാത്രയായിരുന്നു. പക്ഷെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ വെയിലും ഇതൊന്നും നമുക്കൊന്നും വലിയായിട്ട് ഫീൽ ചെയ്തില്ല. മൺട്രോ ഡ്രൈവിംഗ് ഐലൻഡ് റിസോർട്ടിൻ്റെ
തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് നാരങ്ങവെള്ളവും കുടിച്ചിട്ട് ഞങ്ങൾ ദാണ്ട ഈ ഒരു പെഡൽ ബോട്ടിലേക്ക് കയറുകയാണ്. ഇത് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. മൊത്തം 4 പേർക്ക് കയറാം. ആ ജാക്കറ്റ് വാങ്ങിച്ചോ, ജാക്കറ്റ് വാങ്ങിച്ചോ, വാങ്ങിച്ചോ. ഓക്കെ, ഇവിടെ പോയി കൈ കാണോ പാഡൽ ബോട്ടിങ്. ഇതാകുമ്പോ ചാരിയിരുന്ന് അതിനകത്തൂടെ പോവാല്ലേ നമുക്ക്? അതിനകത്തൂടെ പോണം കേട്ടോ. ഒരു ഫോൺ എടുത്താൽ ഞാൻ എന്റെ നമ്പർ പറഞ്ഞുതരാം. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ ഭഗവാനെ. അയ്യോ, ചവിട്ടി ചവിട്ടി പാട് വന്നേ. ഡൊമിനിക്കിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. അയ്യോ അമ്മയെന്നാ. ഡൊമിനിക്കാണ് ഈ ഒരു ASR ബോട്ടിങ്ങിന്റെ ഓണർ കേട്ടാ. താഴെ കൊടുത്തേക്കാമേ ഡൊമിനിക്കിന്റെ നമ്പർ. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കയാക്കിങ്, ബോട്ടിങ് വലിയ റേറ്റ് ഒന്നുമില്ല, ന്യായമായ രീതിയിൽ പുള്ളി ചെയ്തതിന്. പിന്നെ നല്ല നാരങ്ങ വെള്ളം, സോഡാ നാരങ്ങ വെള്ളം ഒക്കെ ഇവിടെ ഡൊമിനിക്കിന്റെ കടയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ച് കുടിക്കാം. ലഞ്ചെല്ലാം ഇവിടെ റെഡിയായിരിക്കുകയാണ്. പപ്പടം, അവിയൽ, തോരൻ, സലാഡ്, നാരങ്ങ, മീൻകറി, സാമ്പാർ, പുളിശ്ശേരി, കക്കത്തോരൻ, അങ്ങനെ നമ്മുടെ കരിമീനും വന്നു. അപ്പോൾ ഗൈസ്, അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി നേരെ ശാമ്പ്രാണിക്കൊടിയിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ശാമ്പ്രാണിക്കൊടിയിലെത്തി, ടിക്കറ്റ് എടുത്തു, ബോട്ടിൽ കയറി ഇരിക്കുകയാണ്. ശാമ്പ്രാണിക്കോടി ഇത്ര ഫേമസ് ആവുന്നതിന് മുമ്പ് നമ്മൾ ശാമ്പ്രാണിക്കൊടിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണണമെന്നുള്ളവർ ഒന്ന് കാണുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ പഴയ ശാമ്പ്രാണിക്കൊടി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ശാമ്പ്രാണിക്കൊടിയെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ടത് മെൽവിൻ ചേട്ടനെയാണ് കേട്ടോ. മെൽവിൻ ചേട്ടനാണ് ഈ ശാമ്പ്രാണിക്കൊടിയെ ഇത്രയും വലിയ ഫേമസ് ആക്കിയത്. അത് നിങ്ങൾക്ക് ആ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ നീന്തിക്കോട്ടെ. ഇങ്ങോട്ട് പോകരുത്, ഇവിടെ കിടന്ന് എന്റെ കാലേറിലേക്ക് ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലത്തെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 50 രൂപ വെച്ചാണ് ചാർജ് വരുന്നത്. അവർ ഈ ഐലൻഡ് മുഴുക്ക നമ്മളെ ചുറ്റി നടന്നുകൊണ്ട് കാണിക്കും. നമ്മൾ വന്ന ബോട്ടിൽ എന്തായാലും അത് കാണിക്കില്ല. അവിടെ നിന്ന് ഏകദേശം ഇവിടം വരെ മാത്രമേ ഉള്ളൂ. പിന്നെ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടും
ഈ ഐലൻഡ് ബാക്കിയുള്ള ഭാഗങ്ങളെ ചുറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വള്ളങ്ങളിൽ, അത് മോട്ടോർ ഘടിപ്പിച്ച വള്ളങ്ങളിൽ അവർ ഒരാൾക്ക് 50 രൂപ എന്ന നിരക്കിൽ കൊണ്ടുനടന്ന് നമ്മളെല്ലാം കാണിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നനഞ്ഞു പോകുന്നൊക്കെ ഇരിക്കുകയാണ്. ഇത് കൈ മുറിഞ്ഞാ? നീറിനാൽ മുറിഞ്ഞു കാണും. ഒന്നും കാണൂല. നല്ല മഴക്കോള്, നല്ല മഴക്കോള്. അങ്ങോട്ടേക്ക്